ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇസ്മി ആദിത്യ. സോ നേരത്തെ ഒരുപാട് വ്ളോഗ്സ് ഉണ്ട്. കുറേ പേര് പറയുന്നുണ്ട് കുക്കിംഗ് വ്ളോഗ് കാര്യങ്ങളിടുന്ന് പറയുന്നുണ്ട്. നേരത്തെ ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള വ്ളോഗ്സ് ഉണ്ട്. സോ എല്ലാവരും നേരത്തെ വ്ളോഗ്സൊക്കെ കയറി കാണാതൊരു കയറി കാണാം. ഒരുപാട് കുക്കിംഗ് വ്ളോഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ഡാൻസ് വീഡിയോസ് ഷോർട്സ് ഉണ്ട്. എൻ്റെ കാലിന് വയ്യാത്തപ്പോഴെല്ലാം ഞാൻ കുറേയധികം റിസ്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുറേ ഡാൻസ് റീൽസ് ഉണ്ട്. അപ്പം കാണാത്തവരൊക്കെ പഴയ ഡാൻസ് റീൽസൊക്കെ കയറി കാണാം. ഒരുപാട് കോണ്ടൻറ്റ് റീൽസ് ഉണ്ട്, അതെല്ലാം കയറി കാണാം. കോമഡി റീൽസ് ഉണ്ട്. നിങ്ങൾ ഇപ്പം ഇടുന്ന റീൽസ് മാത്രമേ നിങ്ങളെല്ലാം കാണുന്നുള്ളൂ. കുറേ മുമ്പിട്ടുള്ള ഒരുപാട് റീൽസ് ഉണ്ട്. 3 വർഷമായിട്ടുള്ള കഠിന ശ്രമമാണ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഇന്ന് ഈ നിലയിലെത്തി നിൽക്കുന്നത്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. താങ്ക് യു സോ മച്ച് എനിക്കൊരു റീബർത്ത് തന്നതിന്. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് അമ്മ മനസ്സെന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പം ഇവിടെ എത്തുന്നതിന് മുമ്പുള്ള കുറച്ച് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. സോ അതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരിക. ഇവിടെ എങ്ങനെയാണ് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നതെന്നുള്ളത്. പിന്നെ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ മുമ്പത്തെ വ്ളോഗ്സ് കുറേ വ്യൂ പോകാത്തല്ല കുറേ വ്ളോഗ്സ് ഉണ്ട്. വ്യൂ പോയതുകൊണ്ട് പോകാത്തതുകൊണ്ട് എല്ലാം ഉണ്ട്. എല്ലാ വ്ളോഗ്സും കയറി കണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇപ്പോൾ ആപ്പിളും രാവിലെ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ നല്ല പനി ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണീറ്റ് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ മെഡിസിൻ മേടിച്ച് ഉള്ള കാശിന് മെഡിസിൻ മേടിച്ച് അത് കഴിച്ചിട്ട് രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പം പനി കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് രാവിലെ ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്യിച്ചിട്ടായിരുന്നു പോയത്. കാരണം എൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. പനിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ മെഡിസിനും കഴിച്ചിട്ട് നേരെ ജോലിക്ക് പോയി. അപ്പോൾ ഉച്ചയായപ്പോൾ അവൻ വിളിച്ചോടാ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, നീ ഇങ്ങോട്ട് വാ, നിനക്കും കൂടുതൽ ഫുഡ് കെട്ടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിക്കാൻ നിൽക്കേണ്ട, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തൊടുത്തു നേരെ ബസ്സിൽ കയറിയിട്ട് അവനുള്ള സ്ഥലത്തോട്ട് വന്നു. അങ്ങനെ അവന് ഇവിടെ ഒരു വീട്ടിലാണ് പേഷ്യൻറ്റിനെ നോക്കാൻ വന്നത്. അപ്പം ഞാൻ അവിടോട്ട് കയറിപ്പോവാണ്. ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. ഇന്ന് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. കുറേ പേര് പറയുന്നുണ്ടല്ലോ വർക്കിന് പോയി ജീവിക്കടാ, ജോലിക്ക് പോയി ജീവിക്കടാ. എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, ഞാൻ ജോലിക്ക് പോകാതെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്നാണോ എനിക്ക് ആഹാരം തരുന്നത്? അല്ല നിങ്ങളൊക്കെയാണ് എനിക്ക് കൊണ്ടുതരുന്നത്? നിങ്ങളത് പറയും, അത്യാവശ്യം ഒന്ന് കോമൺ സെൻസ് വേണ്ടേ? ഞാനിത് അങ്ങനെ പറയുന്നവർക്കുള്ള ഉദാഹരണമാണ്. ഞാനിത് ജോലി കഴിഞ്ഞിട്ട് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവനുള്ള പേഷ്യൻ്റെ വീട് അതൊന്നും കറക്റ്റ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവൻ പറഞ്ഞു വെച്ചൊരു ഊഹത്തിൽ അങ്ങോട്ട് പോയതാണ്. പിന്നെ അവൻ ഫോണും സൈലൻ്റ് ആക്കി വെക്കും പേഷ്യൻറ്റിനെ നോക്കുന്ന സമയത്ത്. അങ്ങനെ ഫൈനലി അവൻ നിൽക്കുന്ന വീട് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഏകദേശം 2:30-3 മണി ആയിട്ടുണ്ട്. അവൻ പറഞ്ഞു വേദയിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. വേദ അവൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ്. അമ്മ മനസ്സെന്നാണ് വേദയുടെ രണ്ടാമത്തെ ഹോസ്പിറ്റലിൻ്റെ പേര്. അവർക്ക് 2 ബ്രാഞ്ചുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അമ്മ മനസ്സിലേക്കാണ്. നല്ല വിശന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണുന്നില്ല. കാരണം രാവിലെ എന്തോ കഴിച്ചിട്ട് ജോലിക്ക് ഇറങ്ങിയതാണ്. ജോലി കഴിഞ്ഞ് ഇത്രയും സമയമായി, 2:30-3 മണി ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പം അവൻ പറഞ്ഞു എനിക്ക് നല്ല വിശക്കുന്നില്ലടാ എന്ന് പറഞ്ഞു. അവൻ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് സൈഡിൽ നിന്ന് അങ്ങോട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പില്ലടാ, നീ കഴിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, നമുക്കിന്നാൽ പിന്നെ അമ്മ മനസ്സിലെത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും നേരം അവൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. പിന്നെ അവൻ്റെ വൈഫ് എന്തൊക്കെയോ സ്പെഷ്യൽ കെട്ടിപ്പൊതിഞ്ഞ് വിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അത് ഒരുമിച്ച് കഴിക്കുമ്പോഴുണ്ട് അതിനൊരു സുഖം, അല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഒരു സുഖമില്ല. 4 മണിയായി കഴിഞ്ഞാൽ ഒരുമിച്ച് കഴിക്കാമെന്ന് ഓർത്തു. അവൻ എനിക്ക് തീരെ വിശക്കുന്നില്ലെന്ന് പറഞ്ഞു. അവൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ കുറേ ലേറ്റായെന്ന് പറഞ്ഞു. പിന്നെ അവൻ കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ശരിക്കും തല കറങ്ങുന്നുണ്ടായിരുന്നു. കാരണം അത്രയും സമയമായി, പിന്നെ അത്രയും വർക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് നല്ല ക്ഷീണവും തലവേദനയും പിന്നെ പനിയും ഉണ്ടല്ലോ. പിന്നെ മെഡിസിന് രാവിലെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിനാണ് എടുത്തത്, പനിയുടേത്. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചുമയില്ല ഭാഗ്യത്തിന്. ചുമക്കും കൂടി ചെയ്യുവാണെങ്കിൽ ശരിക്കും ഇന്നത്തെ രാവിലത്തെ വർക്ക് കട്ടാക്കേണ്ടി വരുമായിരുന്നു. പിന്നെ ഏകദേശം എന്താ പറയുക, കയ്യിൽ കാശൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ എണീറ്റ് പോയത്. സാധാരണ മലയാളി യുവാക്കളെല്ലാം അങ്ങനെയാണ്, സാധാരണക്കാരെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ പനിയുണ്ടെന്ന് വെച്ചിട്ട് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മിക്ക ആൺപിള്ളേരും പനിയൊന്നും പൂർണ്ണമായിട്ട് മാറാനോ അല്ലെങ്കിൽ അസുഖം പൂർണ്ണമായിട്ട് മാറാനോ വീട്ടിൽ ഇരിക്കത്തില്ല, നേരെ പണിക്കിറങ്ങിപ്പോവും. സൺഡേ പോലും വീട്ടിലത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ജോലിക്കിറങ്ങിപ്പോകുന്ന എത്രയോ ആൺപിള്ളേരുണ്ട്. അതിൽ ഒരാളാണ് ഞാനും. കാരണം എനിക്ക് ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ ആരും എനിക്ക് ആഹാരം കൊണ്ടുതരുമോ എന്നെ സഹായിക്കുകയോ ചെയ്യില്ല. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഒറ്റൊരു കാര്യമേ പ്രാർത്ഥിക്കാറുള്ളൂ, എൻ്റെ ചുറ്റും ഇനി വരുന്ന ആൾക്കാരെങ്കിലും
നല്ലതായിട്ടുള്ള ആൾക്കാരായിരിക്കണം, പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാരായിരിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ഫേക്കായിട്ടുള്ള ഒരാൾ പോലും എൻ്റെ അടുത്ത് വരരുതെന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ്. എൻ്റെ ചുറ്റും എപ്പോഴും ഇനി പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാർ മാത്രമേ ഇനി ഉണ്ടാവൂ, നല്ല മനസ്സുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ എന്ന് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ ഒരു കാര്യം മാത്രമേ പടച്ചവനോട് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ അമ്മ മനസ്സിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞാൻ കൈയൊക്കെ കഴുകി. അവൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ലെന്നു. അവനെ ആർക്കറിയാം വിശക്കുന്നില്ലെന്നു പറഞ്ഞു. ഏകദേശം 3 മണി 3:30 3:45 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും നല്ല വിശക്കുന്നുണ്ട്. എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. എനിക്ക് എന്താ പറയുക, സമയത്തിന് ഫുഡ് കഴിച്ചില്ല, എനിക്ക് ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി കയറുവാണ്. കാരണം നാട്ടിൽ നിന്ന് വന്ന സമയത്ത് കുറേ വർഷം കഴിക്കാതെ ചോരയൊക്കെ തുപ്പി വയറ്റിൽ ഫുള്ള് പുണ്ണൊക്കെ ആയി ചോരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയത്തിന് ആഹാരം കഴിക്കണം, വേറെ എന്തില്ലെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഭക്ഷണം ഞാൻ സമയത്തിന് കഴിക്കും. ഇത്രയും നേരം അവനെയും കാത്തിരിക്കുമായിരുന്നു, കാരണം അവൻ ജോലിയുടെ സ്ഥലത്തായിരുന്നല്ലോ. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കുറേ ഇങ്ങോട്ട് ഓടി വന്ന് അമ്മ മനസ്സെന്ന് പറയുന്ന ഓമല്ലൂരിലെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. അപ്പോൾ അവനവിടെ കയറി 2-3 പേഷ്യൻ്റ് ഉണ്ട്. കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാനും കൂടെ ഉള്ളതുകൊണ്ട് വലിയ പൊതിയാണ് കെട്ടിവിട്ടത്. കണ്ടോ, വലിയ പൊതിയാണ്. ഇതിൻ്റെ 4-1 ഞാൻ കഴിക്കത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 3:30 3:45 ആവാറായിട്ടുണ്ട്. ഇപ്പോൾ കഴിച്ചില്ല, ഇനി തല കറങ്ങും. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇത്രയും നേരം അവനെയും കാത്തിരുന്നിട്ടാണ് കഴിക്കാതിരുന്നത്. ഇനി അവനെ കാത്തിരുന്നാൽ പണി പാളും. അപ്പം നമുക്ക് ഫുഡ് തുറന്ന് നോക്കാം. അങ്ങനെ ഇലയപ്പൂവിൻ്റെ ചോറ് കൊടുത്തു വിട്ടത്. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചോറായുണ്ട് ഇത്രയധികം ചോറ്. ഞാൻ ഇതിൻ്റെ 4-1 കഴിക്കുകയല്ല. അപ്പോൾ അവന് വരുമ്പോഴേക്കും അവന് മാറ്റി വെച്ചേക്കാം. 2 മുട്ട ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട് ചേച്ചി. അപ്പം ഇത് ഓൾറെഡി പിന്നെന്താ ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു. ചിക്കൻ്റെ പീസും അവന് വെച്ചേക്കാം, വന്നിട്ട് കഴിച്ചോട്ടെ. 2 പീസുണ്ട്, ഒരു ചെറിയൊരു പീസ് എനിക്കെടുക്കാം. ബാക്കി ഇത്ര ചോറ് എനിക്കെടുക്കാം, ബാക്കി അവന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടോ ഇത്രയും ചിക്കൻ കറിയുണ്ട്. ഞാൻ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്, ബാക്കി അവനും കൂടെ വെക്കാം. കാരണം അവനത് കഴിഞ്ഞ് വന്ന് കഴിച്ചോളൂ. എനിക്ക് നല്ല വിശപ്പുണ്ട്, കാരണം ഇത്രയും 3:30 3:45 ആവാറായി. അപ്പം ഞാൻ കഴിക്കാൻ പോവാണേ. അതിനെ കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ചിക്കൻ പീസല്ല അവന് വയ്ക്കാം. എനിക്ക് ചിക്കനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. പിന്നെ ഇതാ ബീട്രൂട്ട് തോരനാണെന്ന് തോന്നും. തോരനല്ല, മെഴുക്കുവരട്ടി. ബീട്രൂട്ട് മെഴുക്കുവരട്ടി കഴിച്ചു നോക്കാം. എൻ്റെ അമ്മ അടിപൊളി. എൻ്റെ ഭാര്യയ്ക്ക് പ്രത്യേക കൈപ്പുണ്യമാണ്. എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു 6:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവൻ്റെ ഭാര്യ 4 മണിക്ക് 3:30 4 മണിക്ക് എണീറ്റാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിടും. ദോശയോ ഇഡ്ഡലിയോ പുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടും. പിന്നെ ഉച്ചക്കേക്ക് എന്തെങ്കിലും 2 കറികൾ, ചിക്കൻ കറിയോ മീൻ കറിയോ, മീൻ വറുത്തത്, ഒരു മെഴുക്ക് പുരട്ടി, ഒരു തോരൻ, പപ്പടം, അച്ചാർ, അതുപോലെ മുട്ട വറുത്തത്, ചമ്മന്തി, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു ഭാര്യയെ കിട്ടുക വെച്ചാൽ ഭാഗ്യമാണ്. അവർ 3:30 4 മണിക്ക് എണീറ്റാൽ ഇത്ര കാര്യങ്ങൾ അവർ പെടിയെ തന്നെ ഈ 6-6:30 ആകുമ്പോൾ സകല സാധനങ്ങളും ഉണ്ടാക്കി വയ്ക്കും. സാധാരണ പണ്ടത്തെ കാലത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഭാര്യമാർ ഉണ്ടാവുന്നത്. ഇന്നത്തെ കാലത്തിലൊക്കെ ഇങ്ങനത്തെ ഭാര്യമാരെ കിട്ടുക വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഇത്രയും ഫുഡ്, ഇത്രയും 2 കൂട്ടം കറികൾ, ഒരു തോരന്, ഒരു മെഴുക്ക് പുരട്ടി, പപ്പടം, അച്ചാർ, മീൻ വറുത്തത് എല്ലാം ഉണ്ടാക്കി കൊടുത്തു വിടും. ഞാൻ അധികം കാണുന്നതാണ്. ശരിക്കും അവൻ്റെ ഭാഗ്യമാണ്. പലയിടത്തിലും ആണുങ്ങൾ പെണ്ണുങ്ങൾ കൂടെ ചേർന്ന് രാവിലെ ഉണ്ടാക്കുന്ന കാണാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അത് കഴിഞ്ഞ് ചേച്ചി ജോലിക്കും പോവും. അത് കഴിഞ്ഞ് ചേച്ചിയുടെ ജോലിക്ക് ചേച്ചി പോവും.
വലിയൊരു ഭാഗ്യം തന്നെയാണ് അങ്ങനൊരു അത്തരത്തിലുള്ളൊരു വൈഫിനെ കിട്ടുക എന്ന് പറയുന്നത്. ഇവരെയൊക്കെ ദാമ്പത്യം കാണുമ്പോൾ ശരിക്കും കല്യാണം കഴിച്ച് ജീവിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. ഇതവൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. മാത്രമല്ല ചേച്ചി എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് വേറെ സുഹൃത്തുക്കൾ കല്യാണം കഴിഞ്ഞുകൊണ്ട് അവർക്കൊന്നും ആർക്കും രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കി കൊടുക്കാറില്ല. വേണ്ടിയിട്ടുണ്ടെങ്കിൽ അവരും കൂടെ കയറിയിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല. ഹോട്ടലിൽ നിന്നാണ് ഒരു ഉച്ചയ്ക്ക് എത്തതും രാവിലത്തെ എല്ലാം കഴിക്കുന്നത്. അവരെ ഓർത്ത് നോക്കുമ്പോൾ ഭയങ്കര ഭാഗ്യവാനാണ്. പിന്നെ അങ്ങനെ ഒരു മനസ്സും വേണം. ഭർത്താക്കന്മാരെ ഒരു ദൈവതുല്യമായിട്ട് കാണുന്നൊരു വൈഫാണ് ഇവൻ്റെത്. സോ അത് അവൻ്റെ ഭാഗ്യമാണ്. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നാണ് ആഗ്രഹം ഉണ്ടാവുക. പക്ഷേ ചിലർക്ക് മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ. ഞാൻ ഫുള്ള് കഴിക്കട്ടെ. അങ്ങനെ ഫൈനലി ഇതാ ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ വളരെ കുറച്ചേ ഫുഡ് കഴിക്കത്തുള്ളൂ. പിന്നെ അവനുള്ള ഫുഡും ബാക്കി വെച്ചു. ഇവിടെ നിന്നാണ് നേരത്തെ കുറേ മുമ്പ് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ആയിട്ട്. സോ നിങ്ങൾ നോക്കിയാൽ കാണും. അതുപോലെ മുമ്പത്തെ കുറേ വ്ളോഗ്സ് ഉണ്ട്, കാണാത്ത ഒരുപാട് പേരുണ്ടാകും. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ മുമ്പത്തെ വ്ളോഗ്സ് എല്ലാം നിങ്ങൾ കയറി കാണാം. ഒരുപാട് കുക്കിംഗ് വ്ളോഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങളെല്ലാം കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ അമ്മ മനസ്സെന്ന് പറയുന്ന ഈ ഒരു വേദഗ്രാമിൻ്റെ 2ാമത്തെ ഹോസ്പിറ്റലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്നത്. നേരത്തെയുള്ള ഒരുപാട് വ്ളോഗ്സും ഒരുപാട് ഡാൻസ് റീൽസൊക്കെ ഉണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഡാൻസ് റീൽസ് ഇടുന്ന്. നേരത്തെ ഇട്ടുള്ള ഒരുപാട് നല്ല ഡാൻസ് റീൽസ് ഉണ്ട്. സോ അതെല്ലാം നിങ്ങൾ കയറി കാണാം. ഒരുപാട് കോമഡി റീൽസ് ഉണ്ട്, ഒരുപാട് കണ്ടൻറ് റിലേറ്റഡ് റീൽസ് ഉണ്ട്. അതെല്ലാം നിങ്ങളെല്ലാം കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു, ടാറ്റാ, ബൈ.